അങ്ങനെ വയനാട്ടിലെ മാതൃകാ ടൗൺഷിപ്പ് ആ സ്വപ്നം അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇപ്പോൾ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് TV നല്ല HD ദൃശ്യ മികവോടുകൂടി ഈ നമ്മളെ സിനിമയും അതുപോലെ തന്നെ വാർത്തയും ഒക്കെ കാണാനായിട്ട് നല്ല TV ഇവിടെ തയ്യാറാണ്. അത് ഒരുക്കുന്നത് മറ്റാരുമല്ല DYFI ആണ്. അപ്പം DYFIയുടെ നേതൃത്വത്തിലാണ് ഇവിടെ TV വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ ഗുണഭോക്താക്കൾക്കും അതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DYFIന്റെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എത്ര DV ആണ്? അപ്പോൾ ഞങ്ങളൊക്കെ നന്ന അടിപൊളിയായിട്ട് കാണാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അതെ, ഞങ്ങൾ ഇവിടെ 25 വീട് പ്രഖ്യാപിച്ച് 100 വീടിന് വേണ്ടിയുള്ള പണം കൈമാറിയ സംഘടനയാണ് DYFI. അതിന്റെ ഇന്ന് ഗവൺമെന്റ് തന്നെ 178 വീട് കൈമാറുന്ന ദിവസമാണ്. അഭിമാനകരമായ ഒരു ദിവസമാണിന്ന്. വലിയ സന്തോഷം നൽകിയ ഒരു ദിവസമാണിന്ന്. ആ ദിവസം ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായി ഇവിടേക്ക് വരണം എന്നാണ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു TV നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു, LED TV ആണ്, ഗൂഗിൾ TV ആണ്, 32 ഇഞ്ച് TV ആണ്. ആ TV ആണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും DYFIയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നിമിഷമാണ്. അപ്പോൾ ഈ സന്തോഷകരമായ ഒരു ദുരന്ത സമയത്ത് നാടാകെ ഒലിച്ചു പോകുന്ന ചൂരൽമലയും മുണ്ടക്കയും ഒലിച്ചുപോയ സമയത്ത് പകച്ചു നിന്ന ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഗവൺമെന്റ് കാണിച്ച പുനരധിവാസ പ്രവർത്തനത്തിന് കാണിച്ച ഒരു മാതൃകയുണ്ട്. ആ മാതൃകയോട് ചേർന്ന് നിന്നാണ് DYFI ഇടപെടലുകളൊക്കെ നടത്തിയത്. അതോടൊപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 178 TV കൂടി DYFI സഖാക്കൾ ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. അവർക്ക് നഷ്ടപ്പെട്ടൊന്നും നമുക്ക്, അതായത് മനുഷ്യജീവനങ്ങളെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റും അല്ലേ? അപ്പം അതിൻ്റെ കൂടി ഭാഗമാണിത്. ഞങ്ങൾ അന്ന് ദുരന്തമുഖത്തെത്തുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ദുരന്തമുഖത്തെ ആളുകളെ പാർപ്പിച്ചിരുന്ന ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചാണ് അവർക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് വീടാണ് എന്നത് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് 31-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ വീടിൻ്റെ ഒരു പ്രഖ്യാപനം നടന്നത്. ഞങ്ങളന്ന് ഒരു 25 വീടെങ്കിലും കൊടുക്കാൻ കഴിയും, അങ്ങനെ ഒരു ശ്രമം നടത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഈ ആഹ്വാനം നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ആളുകളും DYFI വിശ്വസിച്ച് ഞങ്ങളെ ഈ ഉത്തരവാദിത്തത്തോട് സഹകരിച്ചു. അങ്ങനെ 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. കൂടാതെ ഇവിടെ ഒരു ജീപ്പ് നഷ്ടപ്പെട്ട് ഉപജീവനം തടസ്സമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജീപ്പ് നേരത്തെ ഞങ്ങൾ കൊടുത്തിരുന്നു. ഇനി ഞങ്ങളിവിടെ കാണുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ ഒരു 178 വീട്ടിലും TV കൊടുത്തു. ഇനിയും ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ മന്ത്രി പറഞ്ഞു കല്ലിട്ട് പോകുന്നവരല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിച്ചു. DYFI നടത്തിയ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമായി. ഇപ്പം ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നത് DYFI എവിടെയാണ് വീട് നിർമ്മിച്ചത്, ആ വീടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.